ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അതിസാഹസികമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഗോത്ര ജനത നിലമ്പൂരിലുണ്ട്. ഒരുപക്ഷെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ നമുക്ക് അവിടെ പോയി എല്ലാം അവരുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ് എന്ന് പരിപൂർണമായി പൊതുജനത്തെ അറിയിക്കാൻ, മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകളെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമേൽ ദുർഘടമാണ് വനപാതകളിലൂടെ യാത്ര. പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അവിടേക്ക് പോകാൻ സംവിധാനങ്ങളില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് പലയിടത്തും ചങ്ങാടവും തൽക്കാലത്തേക്ക് ബോട്ടുകളും ഒക്കെ ഇറക്കിയത്. അങ്ങനെ വനനിബിഡമായ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഗോത്രജനത ഉൾപ്പെടെ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചു എന്നത് നൽകുന്ന സൂചന എന്താണ്? രതീഷ്, കൃത്യമാണ് ആ സൂചന. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അത് കേരളം പല ഉപതെരഞ്ഞെടുപ്പുകളും കണ്ടിട്ടുണ്ട്, ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനവും കണ്ടിട്ടുണ്ട്. അതിനെല്ലാം തെറ്റിക്കുകയാണ് നിലമ്പൂരിനെ തന്നെ സ്വയം തിരുത്തുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ 61% ഉണ്ടായിരുന്നത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ. അതിനെയൊക്കെ തിരുത്തുകയാണ് നിലമ്പൂർ. അതായത് കൃത്യമായ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. രണ്ട് രീതിയിലുള്ള രാഷ്ട്രീയമുണ്ട്. അതായത് ഈ മുന്നണികൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുണ്ട്. മറ്റൊന്ന്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത സംസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന 2026 നിയമസഭ വളരെ പൊളിറ്റിക്കലി ആളുകൾ വോട്ട് ചെയ്തു എന്ന് തന്നെ കരുതാമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 61%, ഷഹീദ് പറഞ്ഞനുസരിച്ച് 61% പേരാണ് വോട്ട് ചെയ്തത്. എങ്ങനെയായാലും 10-15% പോളിംഗ് പെർസെന്റേജ് വർധന. 5 മണിവരെയുള്ള കണക്കനുസരിച്ചാണ് ഇപ്പോൾ 70.76, അത് 75% എത്തിയേക്കാം. 14-15% വോട്ടിംഗ് വർധനവുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ പൊളിറ്റിക്കൽ റിസൾട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ സാഹചര്യം നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ എന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും, എത്രയാണ് ഭൂരിപക്ഷം എന്നത് മാത്രമേ ചോദ്യമായി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ രണ്ട് ഭാഗമുണ്ടല്ലോ. വോട്ട് ചെയ്യാനായി പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ജയതോൽവിയെ ഇത് ബാധിക്കാൻ പോകുന്നില്ല, എൻ്റെ വോട്ട് എന്നൊരു നിസ്സംഗതയൊക്കെ ഉണ്ടാകും. ഇത് പക്ഷേ വളരെ പൊളിറ്റിക്കൽ ഫൈറ്റ്, ഈ റിസൾട്ട് വളരെ ക്രൂഷ്യലായി മാറും എന്താണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജും കാണിക്കുന്നത്, അല്ലേ ഷഹീദ്? തീർച്ചയായും രതീഷ്, ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ വളരെ സുപ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ കാഴ്ചവെച്ചിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കണമെങ്കിൽ, അതിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കണമെങ്കിൽ നിലമ്പൂർ അതൊരു ചൂണ്ടുപലകയായി അവർ കണ്ടിരുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം കക്ഷി രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തിയിരുന്നു. അതിൽ അവർ അത് പ്രകടിപ്പിച്ചിരുന്നു. ഈ വീര്യം, ഈ ആവേശം വോട്ടർമാരും ഏറ്റെടുത്തു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. അതായത് വോട്ടർമാർ പലതരത്തിൽ, ഉപതെരഞ്ഞെടുപ്പാണ്, മഴയാണ്, കാലാവസ്ഥയാണ്, അങ്ങനെ പല ഘടകങ്ങളും ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിനെ കുറയ്ക്കുമോ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയം, അതായത് വളരെ സുപ്രധാനമാണ്. കേരളത്തിലെ അടുത്ത ഭരണം, പ്രത്യേകിച്ചും 2 ടേം LDF ഭരിച്ചതാണ്, 3ാം ടേമിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പടിവാതിലാണ് നിലമ്പൂർ എന്നുള്ള ഒരു പ്രചാരണം അതിശക്തമായി UDF ക്യാമ്പുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെ CPM-ഉം LDF-ഉം അതിനങ്ങനെ തന്നെയാണ് കണ്ടത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. അത് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, PV അൻവറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആ സാഹചര്യം, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിന് വിധേയമായ ഒരു മണ്ഡലം, അങ്ങനെ തെരഞ്ഞെടുപ്പിനോട് ഈ മണ്ഡലം മുഖം തിരിഞ്ഞു നിൽക്കുമോ എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച നമുക്ക് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പക്ഷേ അതിനൊക്കെ തെളിയിക്കുന്ന രീതിയിൽ പരിപൂർണമായി ഈ വോട്ടെടുപ്പിനോട് അതിന്റെ ആവേശത്തിനൊപ്പം നിലമ്പൂരിലെ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഭാഗഭാക്കാകുന്നതാണ് നമ്മൾ കാണുന്നത്. 75% പോളിംഗ് പെർസെൻറ്റേജ് ഉയരാനാണ് സാധ്യത. ഇപ്പോൾ അത്തരം ട്രെൻഡാണ് രാവിലെ മുതൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇത്രയും 15% വോട്ട് കൂടുതലായി പോൾ ചെയ്യപ്പെട്ടത് അത് എങ്ങനെ വരും എന്ന വലിയ രാഷ്ട്രീയ ചോദ്യമാണ് നിലമ്പൂർ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. കാലാവസ്ഥയെയും ശാരീരിക അവശതകളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് പലരും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്.